ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വേഗത്തിൽ തന്നെ മുടി നരച്ചു പോവുക, അതായത് പ്രീമച്യൂർ ഗ്രേ. അത് മാത്രമല്ല, ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും മാത്രമല്ല, പൊല്യൂഷൻ, ഫ്രീക്വൻ്റ് ആയിട്ട് ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരൊറ്റ സാധനം മതി കേട്ടോ. ഒന്നല്ല, ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് നല്ല കാക്ക കറുപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ വെള്ളമുടി. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പപ്പായയാണ് കേട്ടോ. ഈ ഒരു പപ്പായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എണ്ണിലടങ്ങാത്ത ഗുണങ്ങൾ തന്നെ ഈ ഒരു പപ്പായക്കുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൽ കുറച്ച് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് പപ്പായയുടെ മുകളിൽ ഞാൻ ഇതുപോലൊന്ന് കീറി കൊടുക്കുന്ന സമയത്ത് ആ ഒരു പപ്പായയുടെ പാല് അല്ലെങ്കിൽ ആ ഒരു പപ്പായയുടെ കറ നമുക്ക് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. ആ ഒരു പപ്പായയുടെ പാല് പോലും നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ പപ്പടത്തിൻ്റെ 2 ഭാഗത്തേക്കുമായിട്ട് ഈ ഒരു പപ്പായയുടെ പാൽ അല്ലെങ്കിൽ പപ്പായയുടെ കറ നമ്മൾ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. വയറുണ്ടാവുന്ന പ്രശ്നങ്ങളും വിരശല്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നും സാധാരണ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാറാണ് പതിവ്. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് മാസത്തിൽ ഒരു തവണ നമ്മൾ ഇതുപോലൊരു പപ്പടത്തിൽ പപ്പായയുടെ ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വിരശല്യം പാടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഡൈജഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാനും നന്നായിട്ട് വിശപ്പ് തോന്നാനും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് വിശപ്പില്ലായ്മ, ശരിക്കും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, ഡൈജഷൻ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ. വിരശല്യം ഒരുപാടുള്ളവർക്കൊക്കെയാണ് അങ്ങനെ ഉണ്ടാവുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മാസത്തിൽ ഒരു തവണ ഇതുപോലൊന്ന് കഴിച്ചാൽ മതിയാകും. നല്ല രീതിയിൽ തന്നെ വിശപ്പും വിരശല്യമൊക്കെ ഇല്ലാണ്ടാവാനും വിശപ്പ് നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ ദഹന പ്രക്രിയയൊക്കെ വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും സഹായിക്കും. കുട്ടികൾക്കും ഇതുപോലൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു പപ്പടം, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയൊരു കഷ്ണം പപ്പടം മാത്രം ഇങ്ങനെ റെഡിയാക്കുന്ന പപ്പടത്തിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചു കൊടുത്താൽ മതിയാകും. പണ്ട് കാലം മുതലേ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന കിടിലൻ മരുന്ന് തന്നെയാണ് കേട്ടോ. നല്ലൊരു മെത്തേഡാണ് ഇത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അത് മാത്രമല്ല, ഈ ഒരു പപ്പായയുടെ പാല് ഒരു ചില സമയത്തൊക്കെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊതുക് കടിച്ച ഭാഗം നന്നായിട്ട് തടിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ചൊറിച്ചിലുണ്ടാവും, അലർജി ആകും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ ഒരു പപ്പായയുടെ പാല് ആ ഒരു കൊതുക് കടിച്ച ഭാഗത്തേക്ക്, അല്ലെ അലർജിയും ചൊറിച്ചിലുമുള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. കൊതുക് കടിച്ച ഭാഗത്ത് ആ ഒരു ചൊറിച്ചിലോ അല്ലെ അലർജിയോ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാണ്ട് പോകും. മാത്രമല്ല, ഒരുപാട് കൊതുക് ശല്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസെക്ട്സിൻ്റെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കയ്യിൽ ഇതുപോലുള്ള പപ്പായയുടെ പാല് നമ്മൾ അപ്ലൈ ചെയ്ത് കിടന്നാലും അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് നമ്മൾ വന്ന് കടിക്കുന്ന ഇൻസെക്ട്സിൻ്റെ ശല്യമോ അലർജിയോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന പപ്പായ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ പഴുത്ത പപ്പായ കഴിക്കുന്നതിനേക്കാളും ഒരുപാട് മടങ്ങ് നമുക്ക് ശരീരത്തിന് ആരോഗ്യ ഗുണം ഇതുപോലുള്ള പച്ച പപ്പായ കഴിക്കുന്നതുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പപ്പായയുടെ തോലാണ്. അതായത് ദശയോടുകൂടിയുള്ള തോലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പപ്പായ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ദശയോടുകൂടി തന്നെ ആ ഒരു പപ്പായയുടെ തോല് നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിടിലൻ മോർണിംഗ് ഡ്രിങ്കാണ് നമ്മൾ ഈ ഒരു പപ്പായയുടെ തോല് ആ ഒരു ദശയോടുകൂടി മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ല കട്ടിക്ക് തന്നെ ആ ഒരു ദശയോടുകൂടി നിങ്ങൾ തോല് കട്ട് ചെയ്തെടുക്കുക. അതാ ഞാനിവിടെ ഇത്രത്തോളം പപ്പായയുടെ തോല് ആ ഒരു ദശയോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാനിവിടെ വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിലേക്കാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായത് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ്. ആ ഒരു ഇഞ്ചിയും നമുക്കിതുപോലെ ചീസ് ഗ്രേറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് എന്ന് ഇത് പറയാം. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു പപ്പായയുടെ തോലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു വലിയ ഗ്ലാസ് അളവിലേക്കുള്ള വെള്ളം കുറുകി ചെറിയ ഗ്ലാസ് അളവിലേക്ക് മാറണം. അത്രത്തോളം നന്നായിട്ട് തന്നെ നമ്മൾ ആ ഒരു പപ്പായയുടെ ഇല തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ റെഡിയാക്കിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രിങ്ക് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് അളവിലേക്ക് എടുത്തിട്ടുണ്ട്.
ഈ ഒരു കഷായം നമ്മൾ ആഴ്ചയിൽ 2-3 തവണ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു അര ഗ്ലാസ് ചെറിയ ചൂടോടുകൂടി ഈ ഒരു കഷായം നമ്മൾ എടുത്തിട്ട് വരികയാണെങ്കിൽ ദഹനശക്തി കൂട്ടാനും മലബന്ധം അകറ്റാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായിക്കും. മാത്രമല്ല വിറ്റമിൻ സി, എ, ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ ഈ ഒരു കഷായം നമ്മൾ ആഴ്ചയിൽ 2-3 തവണ കുടിച്ചു വരികയാണെങ്കിൽ ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിനും നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത പപ്പായയുടെ തോലാണ് ചീവി എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പപ്പായയുടെ തോലും അതുപോലെ തന്നെ പപ്പായയുടെ സീഡും നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു പപ്പായയുടെ തോലും സീഡും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പപ്പായയുടെ തോലും പപ്പായയുടെ സീഡും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എടുക്കുന്നത് വേപ്പില പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വേപ്പില ഒരു ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ വേപ്പില പൊടി മാത്രമായതുകൊണ്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇതുപോലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുള്ളത്. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 ലിറ്റർ അളവിലോട്ടാണ് കേട്ടോ സൊല്യൂഷൻ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിന്തറ്റിക് വിനെഗർ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേപ്പിലപ്പൊടിയും പപ്പായയുടെ തോലൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയ വളരെയധികം ഫലപ്രദമായ ഒരു കിഡിലൻ ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിൽ ആ ഒരു ബോട്ടിലിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും കിച്ചൺ, ഗ്യാസ് സ്റ്റോപ്പ്, കൗണ്ടർ ടോപ്പ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ മെസ്സി ആയിട്ടുള്ള, അതായത് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെയധികം ഓയിലും അതുപോലെ തന്നെ സ്റ്റെയിനൊക്കെ ആയിട്ടുള്ള എൻ്റെ കിച്ചൺ ഗ്യാസ് സ്റ്റോപ്പാണ്. ജസ്റ്റ് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാനൊരു കോട്ടൺ ടവൽ, അതായത് കിച്ചൺ ടവൽ യൂസ് ചെയ്തൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അത്രമാത്രം സോപ്പോ അല്ലെങ്കിൽ സ്ക്രബ്ബർ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഓയിൽ സ്റ്റെയിനും പറ്റി പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ്, കൗണ്ടർ ടോപ്പ്, കിച്ചന് മാത്രമല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്തിട്ട് ആ ഒരു വെള്ളം കൊണ്ട് നമ്മൾ വീട് തുടയ്ക്കുകയാണെങ്കിൽ വീടും നല്ല ഹൈജീനിക്കായിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നല്ല ഹൈജീനിക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല പുത്തം പുതിയതുപോലെ പളപളാന്ന് ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്, വീടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ പല്ലി, പാറ്റ, കൊതുക്, പൊടിച്ചകൾ ഇവറ്റകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ല. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സൊല്യൂഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഈ ഒരു പച്ച പപ്പായ കൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു കിഡിലൻ ഹെയർ, അതും വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ വെള്ളമുടി നല്ല കാക്കക്കറുപ്പാവുന്ന ഹെയർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച പപ്പായ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുടിയുടെ അളവിനും നീളത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പപ്പായ എടുക്കാവുന്നതാണ്. അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ ആണ്. ഞാനിവിടെ ഒരു 4 ഗ്രാമ്പൂ അല്ലെങ്കിൽ ഒരു 3 ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല പുളിച്ച പഴയ, അതായത് 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല പുളിച്ച കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും ആവശ്യത്തിനനുസരിച്ച്. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റാക്കി തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. മുടിയുടെ ആരോഗ്യത്തിന് പച്ചപ്പപ്പായ അത്രത്തോളം വളരെയധികം മികച്ചത് തന്നെയാണ്. വിറ്റാമിൻ എ, സി, ഇ എന്നിവയും പപ്പൈൻ എൻസൈമും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് തിളക്കം നൽകാനും തലയോട്ടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അകാല നര വേരോടെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് നമ്മൾ അരച്ച പപ്പായയുടെ പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക് എണ്ണയാണ്. ആയുർവേദിക് ഷോപ്പിൽ നിന്നും നമുക്ക് ഇതുപോലെ ഹെർബൽ അടങ്ങിയ കെമിക്കൽ ഇല്ലാത്ത അമോണിയ ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് എണ്ണ ചോദിച്ചാൽ കിട്ടും. ആ ഒരു ബ്ലാക്ക് എണ്ണ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലേക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ബ്ലാക്ക് എണ്ണ ചേർക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ ഹെന്ന പൗഡർ, അതായത് മൈലാഞ്ചിപ്പൊടിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നിറം കിട്ടുകയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 തവണയെങ്കിലും നമ്മുടെ വെള്ളമുടിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് എണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ റെഡിയാക്കിയ പപ്പായയുടെ ആ ഒരു മിക്സുമായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെന്ന ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നു, മുടി കൊഴിഞ്ഞു പോകുന്നു, താരൻ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ ആ ഒരുവിധ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. മാത്രമല്ല മുടി വേരിൽ നിന്ന് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു നല്ലൊരു കറുപ്പ് നിറത്തോടെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നീട് 80 അല്ല 85 വയസ്സായാലും ഒരു നരച്ച മുടി പോലും നിങ്ങളുടെ തലമുടിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുടി നല്ല രീതിയിൽ തന്നെ റൂട്ടിൽ നിന്ന് തന്നെ തഴച്ചു വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. മുടി പിന്നീട് നിങ്ങൾ വെട്ടി വെട്ടി മടുക്കും, അത്രത്തോളമായിരിക്കും മുടിയുടെ വളർച്ച. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സോപ്പ് അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി കളയാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മുടി കറുപ്പായിട്ടുണ്ടാകും. മാത്രമല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് അല്ലെങ്കിൽ മാസത്തേക്ക് തന്നെ നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല നല്ല കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.